നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഓളെ വീട്ടിലുള്ളത്. ഓള് പുറത്ത് പോയിട്ടാണ്. അപ്പോൾ ഓള് വരുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ചെറിയ കേക്കും ഗിഫ്റ്റുകളായിട്ട് ഒരു ചെറിയ സർപ്രൈസ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ 22 വയസ്സാണ്. അപ്പം 22 ഐറ്റംസ് സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റാണ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ചെറിയ ചെറിയ സാധനങ്ങളാണ്, വലുതായിട്ടൊന്നുമല്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ നമുക്ക് ഉറപ്പായിരിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും നമ്മളെന്താ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതായിരിക്കും വിചാരിച്ച് നിൽക്കുന്നുണ്ടാവുക, വീട്ടിൽ വരുന്നുള്ള വിചാരിക്കുന്നതായിരിക്കും. അപ്പോൾ വരുന്നതിന് മുന്നേ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് ഗിഫ്റ്റ് ബോക്സ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെ വെക്കാം. ഗൈസ്, അപ്പോൾ നന്ദുവിനെ അമ്മ വിളിച്ചപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓള് വരുമ്പം ഒരു ബലൂണിനുള്ളിൽ ഗ്ലിറ്റർ പേപ്പർ നിറച്ചിട്ട് ഡോറിന്റെ അടുത്തുനിന്ന് പൊട്ടിക്കാനാണ് വിചാരിക്കുന്നത്. One eternity later. ഞാനിതാ ഗിഫ്റ്റ് വിളിക്കാൻ പോവാണ്. അപ്പൊ എന്തോ എട്ടിന്റെ പണിയുണ്ട്. വണ്ടർഫുൾ ഗിഫ്റ്റ്. അത് ഫോട്ടോയിലാണുള്ളത്, ഞാനല്ലേ. ഒന്ന് 2 3 4 5 പിന്നെ കൊറേ ചാർട്ട് 6 7 8 9 10 പൂക്കി ഗൈസ്, പൂക്കി. 11 12 13 14 15 16 17 18 19 20 അപ്പൊ 22 വയസ്സുള്ള ഗിഫ്റ്റ് ആണ് ഗൈസ്. 22 ഐറ്റംസ് ഉണ്ട്. ഇതൊന്ന് സ്കെയിലോ? അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അല്ല, കാണിച്ചു കൊടുക്കണ്ടേ? ഓ മാല, ഓ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഐ ലൈക്ക്. വിളിക്കണ്ടെന്ന് കാതില ഇതാ കണ്ടോ? അതെ, അനിയത്തിക്ക് ഇഷ്ടം. അതമ്മ അനിയത്തിക്ക് വിടാനോ?
പൂക്കി പൂക്കി ഒന്ന് സഹായിക്കില്ല ഇത് വെച്ചോ കഴിയാൻ ഇത് ഞാൻ തലയിലോ സെയിം കളർ പറയാമോ നിന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കിട്ടും ഇത് നിങ്ങൾ ഫാൻസി കട അടുക്കടുത്ത് വാങ്ങിയതാ ഗിഫ്റ്റിന്റെ ഓരോ ഷേപ്പില് പുതിയ അല്ല ഒരുപാട് തൂക്കാനും തലയിൽ കാണില്ല. ഓ കോമ്പോ വെച്ചതാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്തായാലും നല്ലോണം തീരാനായി. പൊട്ടും തീരാനായി കണ്ടേ. അതെയാ ഓ ഇത് ക്ലിപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബോംബാ കുറച്ച് കൂടുതലായി പോയി. ഇതില്ലേ സോപ്പ് ഇതെന്താ മോതിര സ്വർണത്തിന്റെ പെട്ടിയെന്ന് വരിക. വേറെയാണ് മോതിരം അത് ഭയങ്കര മിസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചത്. അത് രണ്ടും തേക്കാൻ വാങ്ങിച്ചതാ. തേക്കാൻ വാങ്ങിച്ചതാ. ഓറഞ്ച് പച്ച ഇത് ഓറഞ്ച് റെഡ് ഞാൻ കൊണ്ടുപോയില്ലേ. ആ പച്ച അങ്ങനെ കവർ സെയിം മാത്രം ഇത് കൊടുക്കുക. ഇതാണ് എനിക്ക് ഇവർ തന്ന ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ 22ാം ബർത്ത്ഡേ ഇത്രത്തോളം ഗംഭീരമായി ആഘോഷിച്ച സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മൂത്ത തള്ളച്ചി അനുശ്രീ, തള്ളച്ചി അഞ്ജന, പിന്നെ ക്യാമറമാൻ ശിവാങ്ക്, പിന്നെ എൻ്റെ അമ്മ ഏട്ടൻ, എല്ലാവരും മുന്നിൽ വെച്ച് ഇവരെനിക്ക് തന്ന ഇത്രയും ബർത്ത്ഡേ സർപ്രൈസ് ആയ ഒരു ബർത്ത്ഡേ ഒത്തിരി ഹാപ്പി, ഭയങ്കര സന്തോഷം. അല്ല സത്യമായിട്ട് ഇങ്ങനെ അധികം എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഒന്നും അങ്ങനെ ബർത്ത്ഡേക്ക് കിട്ടാറില്ല. സോ ഹാപ്പി. സോറി അത് ഇന്നലെ തമിഴ് എനിക്ക് എന്റെ അമ്മ തന്ന മോതിരാട്ടോ ഇത്. കണ്ടോ ഗൈസ്, കൈ വിറക്കുന്നതാണ്. ഗോൾഡാണ് കേട്ടാ. പിന്നെ ഡ്രസ്സും അമ്മ സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ സന്തോഷം. പിന്നെ എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ഇതുപോലത്തെ വിഷസ് പോരണം. അപ്പൊ കഥ താങ്ക് യു വാച്ചിങ്.